ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിലെ എല്ലായിടത്തും തന്നെ ഒരു സൈഡ് വേയിലുള്ള റാലിയായിരുന്നു കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 98 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 14,823 മുകളിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 256 പോയിൻറ്റ്സിൻ്റെ ഗെയിനായിരുന്നു. തുടർന്ന് 49,206 മുകളിലാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 76 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിൻ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 32,904 മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച PSU ബാങ്ക് മാത്രമായിരുന്നു ഒരു ഡിക്ലൈൻ മോഡിൽ പോയിട്ടുണ്ടായിരുന്നത്, ഡൗൺ ആയിട്ടുണ്ടായിരുന്നത്. മെറ്റൽ ഏറ്റവും കൂടുതൽ റാലി അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4.7% മുകളിലുള്ള ഗെയിൻ മെറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ 13 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 2 സ്റ്റോക്കുകളെ മെറ്റൽ സെക്ടറിൽ ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. മിഡ് ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 0.18% ഡിക്ലൈനും സ്മോൾ ക്യാപ്പിൽ 0.35% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗെയിനോടുകൂടിയുള്ള ഒരു എൻഡിംഗ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. ഡെയിലി ചാർട്ടിൽ ഫോം ചെയ്ത പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നിഫ്റ്റിയിൽ ഒരു ഇൻഡിസിസീവായിട്ടാണ് ഹയർ ലെവലിലേക്ക് പോകുന്നതോറും നിഫ്റ്റി ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് 14,900 ആ ഒരു റേഞ്ചിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ ഇനി അനിവാര്യമാണ് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നിശ്ചയിക്കാനായിട്ട്. എന്നിരുന്നാലും നമുക്ക് വീക്ക്ലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അത് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് മൂവിനുള്ളൊരു സാധ്യതകൾ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലുള്ള ഒരു ഇൻഡിസിസീവ് പാറ്റേൺ നിലനിൽക്കുന്നത് കൊണ്ട് വരും ദിവസങ്ങളിൽ ഏകദേശം 15,000 എന്നുള്ളൊരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് അതിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ഒരു ബുള്ളിഷ് റാലിക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് നിഫ്റ്റിയിൽ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല, വരും ദിവസങ്ങളിൽ ഈ ഒരു ഡോജി പാറ്റേണിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ 14,600 റേഞ്ചുകളായിരിക്കും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക. ഇനി ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ കൊറോണയുടെ വാർത്തകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഇന്ന് വന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ DRDO അവരും ഡോക്ടർ റെഡ്ഡീസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത വാക്സിൻ, കൊറോണയ്ക്കുള്ളൊരു മരുന്ന്, അത് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ എമർജൻസി അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതിയൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ വികസിപ്പിച്ചെടുത്ത സ്പുട്നിക് വാക്സിൻ്റെ പ്രൊഡക്ഷനും ആരംഭിക്കും എന്നൊരു ആർട്ടിക്കിളുകൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം വാർത്തകളായിരിക്കും ഇനി വരുന്ന ആഴ്ചയും മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കൊടുക്കാൻ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന ആഴ്ച റിസൾട്ടുകൾ കൊടുക്കാൻ പോകുന്ന കമ്പനികളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂവുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നതായിരിക്കും. ഇനി ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഡെയിലി ചാർട്ടിലൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് വീക്ക്ലി സ്കെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇപ്പോൾ ഒരു ഡയറക്ഷൻലെസ് ആയിട്ടാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്നിരുന്നാലും ഒരു ബുള്ളിഷ് മൂവിനുള്ളൊരു സാധ്യതകളാണ് ബാങ്ക് നിഫ്റ്റി പ്രൊഡിക്ഷൻ തരുന്നത്. എങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ ഏകദേശം 34,300 മുകളിലൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ബാങ്ക് നിഫ്റ്റിയിലും എടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം തീർച്ചയായിട്ടുള്ളൊരു പാറ്റേൺ ഫോർമേഷൻ ഡയറക്ഷൻലെസ് ആയിട്ടാണ് പോകുന്നത്. എന്നിരുന്നാലും ഗെയിൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം എന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമുക്ക് ഒരു ഡയറക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കൺഫർമേഷൻ അനിവാര്യമാണ് ഇനി അങ്ങോട്ടേക്കുള്ള ഒരു മൂവിന്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വരുന്ന ദിവസങ്ങളിലും വളരെ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് സോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 32,300 ആ റേഞ്ചുകളായിരിക്കും നമുക്ക് അടുത്തൊരു സപ്പോർട്ട് സോൺസ് എന്ന് പറയാൻ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്, ഒരു നല്ലൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിലെല്ലാം ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. നാസ്ഡാക്ക് ഒരു ഗെയിനോട് കൂടിയായിരുന്നു എൻഡായത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ഗെയിനോട് കൂടിയുള്ളൊരു എൻഡിങ് ആണ് കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും SGX നിഫ്റ്റിയൊക്കെ നല്ലൊരു ഗെയിനോട് കൂടിയാണ് എൻഡായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നാളെ രാവിലെയും SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് ഓപ്പണിങ്ങിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് അതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗെയിൻസ്റ്റായിട്ട് നല്ലൊരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നു. 73.51 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് സെല്ലിംഗ് വീണ്ടും തുടരുന്നു. 1,142 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 1,468 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടാണ് നിലനിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സപ്പോർട്ടീവായിട്ട് തന്നെ കാണുന്നു. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റിയും ഒന്ന് ട്രാക്ക് ചെയ്യുക.
ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ മെറ്റൽ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഒരു റാലി കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും ടാറ്റ സ്റ്റീൽ ഒന്ന് ട്രാക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. നല്ലൊരു ബുള്ളിഷ് മൂവുകൾ വീണ്ടും ടാറ്റ സ്റ്റീലിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലിൻ്റെ സ്റ്റോക്കിലും നല്ലൊരു റാലികളാണ് കാണാനുള്ളത്. തീർച്ചയായിട്ടും ആ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അനാലിസിസ് നടത്തുക. അതുപോലെ തന്നെ NMDCയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടുള്ള ബുള്ളിഷ് മൂവുകൾ തന്നെ കണ്ടുവരുന്നുണ്ട്. ഇന്നും കഴിഞ്ഞ ദിവസവും ഒരു നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഉണ്ടായത്. എന്നിരുന്നാലും ഈ ഒരു ലെഗ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡലിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഹൈലോട്ട് പോകുന്നതോറും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊന്ന് കോഷ്യസ് ആവുന്നത് നല്ലതായിരിക്കും. കാരണം ഓവർബോട്ട് റീജിയനിലുമാണ് ഹയർ റീജിയനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ഔട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം അടുത്തൊരു എൻട്രികൾ നമുക്ക് NMDCയിൽ കൺസിഡർ ചെയ്യാം. ഇനി അതിൽ തന്നെ നാഷണൽ അലുമിനിയം, ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓവർബോട്ട് റീജിയനിലാണ് എന്നുള്ളൊരു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ലൊരു ബുള്ളിഷ് മൂവുകൾ നാഷണൽ അലുമിനിയത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 സ്റ്റോക്കുകളും ഒരു ബ്രേക്ക് ഔട്ടുകൾ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അടുത്തൊരു എൻട്രികൾ ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അനലൈസ് ചെയ്യുക. അതുപോലെ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലും പ്ലോട്ട് ചെയ്തിരിക്കുന്നു. വോളിയം അത്യാവശ്യം നല്ല രീതിയിലൊരു വോളിയം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ചാർട്ടും നാളെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അനുപം രസായനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലുകളാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിനെ. ഇനി സ്യൂബക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബുള്ളിഷ് ബ്രേക്ക് ഔട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു പാറ്റേൺ ഒരു ബ്രേക്ക് ഔട്ടുകൾ നടന്നുവെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഹയറിലോട്ട് പോകുന്നവരും കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും 65 മുകളിലൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു മൂവിനുള്ള സാധ്യതകൾ സ്യൂബക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ട്രാക്കിങ്ങിനായിട്ട് വിട്ടുതരുന്നു. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് നിന്ന് വന്ന അനൗൺസ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ അവർ ഈ മെയ് 9 വരെ ഒരു മെയിൻ്റനൻസ് ഷട്ട് ഡൗൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു മെയ് 16 തീയതിയിലേക്ക്. അതുമാത്രമല്ല അവരുടെ സുസുക്കി മോട്ടോഴ്സിൻ്റെ ഗുജറാത്തിലുള്ള പ്ലാന്റും ഇതിൽ തന്നെ, അതായത് മെയ് 16 വരെ മെയിൻ്റനൻസിനായിട്ട് ഷട്ട് ഡൗണിലായിരിക്കും എന്ന രീതിയിലാണ് കമ്പനിയുടെ അനൗൺസ്മെൻറ്റുകൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓട്ടോ സെക്ടറുകൾ മുഴുവനായിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ വൈസ്ഡ് ആയിട്ടുള്ള ലോക്ക്ഡൗണും എല്ലാം തന്നെ അവരുടെ സെയിൽസിനൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും എന്ന രീതിയിലാണ് ആർട്ടിക്കിളുകളൊക്കെ കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു മെയ് അവസാനത്തോടു കൂടി, അതായത് ജൂൺ 1 കൂടി നമുക്ക് ഈ ഒരു മെയ് മാസത്തെയും ഓട്ടോ സെയിൽസ് ഡാറ്റയും പബ്ലിഷ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ക്വാർട്ടറിൽ ഇവരുടെ ഒരു മാർജിനൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റുകൾ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോ സെക്ടറിൽ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊന്ന് അല്ലെങ്കിൽ ഒരു കറക്ഷൻ വരുന്നതിനായിട്ട് ഒരു നല്ലൊരു കറക്ഷൻ വരുന്നത് വരെ ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു കറക്ഷനിൽ ബൈ ചെയ്യാം എന്നുള്ളതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ട്സ് എന്ന കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ തൈറോകെയർ ടെക്നോളജീസ്, അവർക്ക് പാറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 38 കോടിയായിട്ട് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 2 കോടിയുടെ ലോസ് ആയിരുന്നു നിലനിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 147 കോടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് മാർച്ച് ക്വാർട്ടറിൽ 101 കോടിയുടെ വരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അതുപോലെ IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 128 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 72 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരുന്നു നിലനിന്നത്. ഗ്രോസ് NPA നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 1.33% ആയിരുന്നു ഗ്രോസ് NPA എങ്കിൽ അതിൽ നിന്നും 4.15% ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് ക്വാർട്ടർ ആൺ ക്വാർട്ടറാണ്. കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഈ ഒരു ക്വാർട്ടറിൽ ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ നെറ്റ് NPA നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഉയർച്ചയാണ് വന്നിരിക്കുന്നത്. 0.33%-ൽ നിന്നും 1.86% ആയിട്ട് നെറ്റ് NPAയും ഉയർന്നിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ബന്ധൻ ബാങ്കിൻ്റെ റിസൾട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 80% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. 103 കോടി ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് മാർച്ച് ക്വാർട്ടറിൽ 517 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു നിലനിന്നത്. പ്രധാനമായിട്ടും പ്രൊവിഷൻസിലുള്ള വർധനവാണ് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. 1594 കോടിയായിട്ട് പ്രൊവിഷൻസ് ഉയർന്നിട്ടുണ്ട്. ഗ്രോസ് NPA നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു നല്ലൊരു വളർച്ച ഉണ്ടായിരിക്കുന്നു. 1.5%-ൽ നിന്നും 6.8% ഇയർ ഓൺ ഇയറിൽ ഉയർന്നിരിക്കുന്നു. നെറ്റ് NPA നോക്കിക്കഴിഞ്ഞാൽ അതിലും 0.6%-ൽ നിന്നും 3.5% ഉയർന്നിരിക്കുകയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റിയിലൊരു ചെറിയൊരു ഡിക്ലൈൻ വരുന്നതായിട്ടാണ് കാണാനുള്ളത്. ഇനി അതുപോലെ കാത്തലിക് സിറിയൻ ബാങ്ക് CSBയെ സംബന്ധിച്ചിടത്തോളം
43 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ 2021 ഫിനാൻഷ്യൽ ഇയർ മുഴുവനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 218 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ഓൾ ടൈം ഹൈ നെറ്റ് പ്രോഫിറ്റാണ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ ഓൾ ടൈം ഹൈ ആയിട്ടാണ് ഇവർ റെക്കോർഡ് നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 20 നോക്കിക്കഴിഞ്ഞാൽ 12.72 കോടിയുടെ നെറ്റ് പ്രോഫിറ്റായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക്. ടോട്ടൽ ഇൻകം ഈ ഒരു മാർച്ച് ക്വാർട്ടറിലെ ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 650.45 കോടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 475.49 കോടിയായിരുന്നു ടോട്ടൽ ഇൻകമായിട്ട് മാർച്ച് ക്വാർട്ടറിൽ നിലനിന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 28% വളർച്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 497 കോടിയാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നത്. അസറ്റ് ക്വാളിറ്റിയിലും ഇമ്പ്രൂവ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഗ്രോസ് NPA 3.54% നിന്നും 2.68% ചുരുങ്ങിയിരിക്കുന്നു. നെറ്റ് NPA നോക്കിക്കഴിഞ്ഞാൽ 1.91% നിന്നും 1.17% താഴ്ന്നിരിക്കുന്നു. ഇനി അതുപോലെ ഡിമാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 53% ഗ്രോത്താണ് അവർക്ക് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. 414 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 271 കോടിയുടെ നെറ്റ് പ്രോഫിറ്റായിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ 7412 കോടിയാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് 6256 കോടിയായിരുന്നു നിലനിന്നത്. ഇനി ഇപ്പോഴും ഈ ഒരു റീജിയണൽ വൈസ് ആയിട്ടുള്ള ലോക്ക്ഡൗണുകളെല്ലാം തന്നെ വരുന്നത് കൊണ്ട്, അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തന സമയം ചുരുക്കിയത് കൊണ്ട് അവരുടെ ഏകദേശം 80% സ്റ്റോറുകളിൽ ഇമ്പാക്റ്റുകൾ വന്നിട്ടുണ്ട് എന്ന രീതിയിലും മാനേജ്മെൻറ്റിൻ്റെ കമൻറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റവന്യൂവിലെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റുകൾ കാണും എന്ന രീതിയിലാണ് അവർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരാഴ്ചത്തെ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 165ഓളം കമ്പനികളാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനായിട്ട് നിലനിൽക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സ്, ലുപിൻ, UPL, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, L&T, സിപ്ല. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ റിസൾട്ടുകൾ പബ്ലിഷ് ആകാനിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്ന എക്കോണമിക് ഡാറ്റകൾ പബ്ലിഷ് ആകാൻ പോകുന്ന ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ ഡാറ്റ, അതിൻ്റെ IIP ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ ഈ ഒരു വരുന്ന വെനസ്ഡേ പബ്ലിഷ് ആകാൻ പോകുന്നു. അതുപോലെ തന്നെ WPI ഇൻഫ്ലേഷൻ്റെ ഡാറ്റ വരുന്ന വെള്ളിയാഴ്ച പബ്ലിഷ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇക്കോണമിക്കായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രാക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡാറ്റകൾ. അതുപോലെ തന്നെ റിസൾട്ടുകൾ കൊടുക്കുന്ന കമ്പനികളും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ആ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകൾ നമുക്ക് ഈ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ P&Gയെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 150 രൂപ പെർ ഷെയറിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് 11-ാം തീയതിയാണ് എക്സിക്യൂഷൻ ഡേറ്റായിട്ട് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോറസ് ലാബിനെ സംബന്ധിച്ചിടത്തോളം ഇൻ്ററിം ഡിവിഡൻ്റായിട്ട് 80 പൈസ പെർ ഷെയറിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനും 11-ാം തീയതിയാണ് എക്സിക്യൂഷൻ ഡേറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്റ്റോക്കുകളും ന്യൂസുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.